എന്ത് പറഞ്ഞ കേട്ടിട്ടേ എന്ത് മിൻസമാരെന്ന് ചൊല്ലിട്ട് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം 2 വർഷം മുമ്പാണ് ഞാൻ ജോ ആൻഡ് ജോ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അരുൺ ഡി ജോസ് എന്ന സംവിധായകൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് എൻ്റെയും അരുണിൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ബിനു പപ്പു, ബിനുവാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ അളിയ ഒരു കഥ പറയണം അരുൺ എന്ന് പറയുന്നത്. സോ അപ്പം തന്നെ ഞാൻ ഈ സിനിമ മനസ്സുകൊണ്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റർടൈനറാണ്. അത് ഏത് ജോണറിൽ വരും എന്നുള്ളത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷേ ഹ്യൂമറിൽ പറഞ്ഞു പോകുന്ന എൻ്റർടൈനറാണ്. അതിനകത്ത് ത്രില്ലർ ഉണ്ടാകും, സസ്പെൻസ് ഉണ്ടാകും, കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ പിടിക്കാം. So thank you so much sir. Entertainer, complete entertainer ആണ്. Complete entertainer. How sweet. So സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ 3 പാട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർന്നു കഴിഞ്ഞപ്പോൾ 14 പാട്ടും ആയൊരു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം എൻ്റെ ദേഹത്തിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടമാണെങ്കിൽ പാട്ടും ഇഷ്ടമാവും, പടം ഇഷ്ടമായില്ലെങ്കിൽ പാട്ടും ഇഷ്ടാവില്ല. എല്ലാവരും പടം പോയി കാണുക. ഗിവ് us a chance. I think you will like it. Thank you. നമ്മുടെ ഈ കൊടക് വെഡിങ് സോങ് കമ്പോസ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചാലഞ്ചിങ് ആയിരുന്നു? അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായോ? ഇല്ല, ഇവൻ്റെ കൂടെയുള്ള എല്ലാം ചാലഞ്ചിങ് ആണ്. കുറച്ച് പണിയാണ് സാധനം മേടിച്ചെടുക്കാൻ. പക്ഷേ ഫൺ. പുതിയ എക്സ്പീരിയൻസ്. ജോ ഞാനായിരുന്നു ചെയ്തത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? പാടുപെട്ടോ? കുറച്ച് പാടുപെട്ടോ. എനിക്ക് തോന്നുന്നത് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേർത്തു. പക്ഷെ എന്നാലും ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? ശരിക്കും മാത്യുവിന് ഒരു ഫുൾ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ലുക്കൊക്കെ മാറി, ആള് കുറച്ചും കൂടി ഗ്ലാമർ ആയി, കോൺഫിഡന്റ് ആയി. ഇപ്പൊ മാത്യുവിന്റെ ഫോട്ടോസിന്റെ ഒക്കെ അടിയിലുള്ള കമന്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ്. എന്താണ് ഈ റൊമാൻസ് ടീം നൽകിയ ഒരു കംഫർട്ടും കോൺഫിഡൻസും ആണോ ഈ ഒരു ഗ്ലോപ്പിന്റെ പിന്നിൽ? അല്ല, ആക്ച്വലി പടത്തില് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായില്ല ഈ ഓൾമോസ്റ്റ് പടത്തിന് വേണ്ടി ഈ ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്ത അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു. ചെയ്ത് വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും, ടെക്നീഷ്യൻസും, ക്രൂ മൊത്തം. അപ്പം അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി വാലന്റൈൻസ് ഡേക്ക് കാണാം. സോ നമുക്ക് സിനിമയെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു പാട്ടും പിന്നെ ഇപ്പൊ ഇതാ ട്രെയിലർ ആണ് കിട്ടിയിട്ടുള്ളത്. ആ പാട്ടില് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടന്റെ ഫസ്റ്റ് ഫുൾ ഓൺ ഡാൻസ് പെർഫോമൻസ് അല്ലേ? 10 മിനിറ്റ് പോലും തന്നില്ല പഠിക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണായിരുന്നോ ആ ഒരു ഡാൻസ് സീക്വൻസ്? പിന്നെ എൻജോയ് ചെയ്ത്. എനിക്ക് ഡാൻസ് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതുവരെയായിട്ട് ഒരു പടത്തിലും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ സൂട്ടും കോട്ടൊക്കെ ഇടുന്നതും ഡാൻസ് ഒക്കെ കളിക്കുന്നതും. അപ്പം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു പോലെ. ഞാൻ മറക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സുമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രേമലുവിന് ശേഷം കുറേ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അത്രയും സ്പെഷ്യലായിട്ട് അരുൺ ചേട്ടൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറും ആയിരുന്നു, സിനിമയുമായിരുന്നു. അപ്പോൾ അമൽ ഡേവിസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര്. ഹരിഹര സുധൻ എന്നാണ് പേര്. അപ്പോൾ ഈ പേരും വിളിപ്പേരായി മാറട്ടെ. അമൽ ഡേവിസ് അല്ല, ഫ്രീക്കൻ അമൽ ഡേവിസ് ആണ്. മുക്കുത്തി വരെയുണ്ട്. ആ ഒരു സ്റ്റൈലിങ്ങിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഹരിഹര സുധൻ എന്ന് പറഞ്ഞൊരു പേര് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കുഞ്ഞ് ഐഡിയ ആയിരുന്നു, ഇങ്ങനെ ഒരു മൂക്കുത്തി വന്നു കഴിഞ്ഞാൽ രസമായിരിക്കുമല്ലോ എന്നുള്ളത്. പിന്നെ റോണക് ചേട്ടനൊക്കെയാണ് ക്ലീൻ ലുക്കും, അരുൺ ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ബസ് കട്ടും ഒക്കെ വന്നത്. അപ്പം അത് അമൽ ഡേവിസിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാനായിരുന്നു. ഒരുപാട് ഫാൻസ് ഉണ്ട്. Here we have Mahima with us, looking absolutely gorgeous. So Mahima, എന്താണ് സിനിമയെ കുറിച്ച് നമ്മളോട് പറയാനായിട്ടുള്ളത്?
ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഹലോ എവ്രി വൺ. ഞങ്ങൾക്ക് എന്ത് സുഖം ഞങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ, ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോടുകൂടി ഞാൻ ചെയ്ത സിനിമയാണ്. ADJ ഇതിൻ്റെ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ADJയ്ക്കും ആഷിഖ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം. ആദ്യം എനിക്ക് എന്താണെന്നറിയാം, ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിതിൽ ആരുടെ കൂടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല, സംഗുവിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് സിങ്ക് ആവും എന്നുള്ളത്. ആദ്യത്തെ ഒരു 4 ദിവസം ഞാൻ കുറച്ചിങ്ങനെ സൈഡ് മാറിയൊക്കെ നിന്ന്, പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ചങ്സായി. അപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ്. സിനിമ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ്. നിങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് ചാടിക്കറിയപ്പോ ആഷിഖയെ പറ്റി കുറച്ച് 2 വാക്ക് പറയാൻ വിട്ടുപോയി, സോറി. കാരണം എല്ലാവരും ബിഹാഫിൽ പറയണേ, ഈ പടം കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്, എന്തൊക്കെയെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അപ്പം അതിലെല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നിട്ട്, അപ്പം അതേപോലെ കട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ടായി ആഷിഖ. അപ്പം ആഷിഖ വിളിച്ചിട്ട് മച്ചാൻ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യം കോൾ വന്നത്. പിന്നെ ആ രീതിക്കൊക്കെ ഇങ്ങനെ കറങ്ങി അതിനുമ്പ് ADJ വിളിച്ച് അതാണ് കാണുന്നത്, അതിനാണ് ആഷിഖ് വിളിച്ചത്. അത് കൂടി പറഞ്ഞു, ഡീറ്റെയിലായിട്ട് പറഞ്ഞെങ്കിൽ അവർ രണ്ടുപേരും പടക്കിടും എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഈ പരിപാടിയിൽ ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല രീതിക്ക് ഒരു നല്ല പടം ചെയ്യാൻ കൂടെ നിന്ന ആഷിഖിക്ക് താങ്ക്സ് എല്ലാവരുടെയും സൈഡിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ അഖിലേട്ട അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ, DOP. പിന്നെ ഗോവിന്ദേട്ട പടം കണ്ടിട്ട് ബാക്കി നേരിട്ട് പറയാം. പിന്നെ റൈറ്റർ എല്ലാവരും അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. പിന്നെ മിണ്ടാണ്ടിരിക്കുന്ന ഇപ്പം പറയുള്ളത് എല്ലാ മറ്റേ ഡയറക്ടറുടെ ടീം എല്ലാവരും നല്ല രീതിക്ക് കൂടെ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി പടം ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും Feb 14 മറക്കരുത്, വാലന്റൈൻസ് ഡേക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പടം കാണാൻ അതിനുശേഷം മറക്കരുത് പ്ലീസ്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, അത് മാറാൻ നിൽക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു.